أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا تداينتم بدين إلى أجل مسمى فاكتبوه وليكتب بينكم كاتب بالعدل ولا يأب كاتب أن يكتب كما علمه الله فليكتب وليملل الذي عليه الحق وليتق الله ربه ولا يبخس منه شيئا فإن كان الذي عليه الحق سفيها أو ضعيفا أو لا يستطيع أن يمل هو فليملل وليه بالعدل واستشهدوا شهيدين من رجالكم فإن لم يكونا رجلين فرجل وامرأتان ممن ترضون من الشهداء أن تضل إحداهما فتذكر إحداهما الأخرى. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യുദ്ധത്തെ സ്വീകരിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് മൺമറഞ്ഞവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹളായ ഫദ്ല് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ബഖറയാണ്. അതിലെ 282 ആയത്താണ്. ആയത്തിൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആയത്താണ് ഈ ഒരായത്ത്. ആ ഒരായത്തിൻ്റെ പകുതി ഭാഗമാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. എന്താണ് ഈ ആയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്? നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നടന്നു വരുന്ന സുപ്രധാനമായ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പറയുമ്പോൾ സംഭവത്തിൻ്റെ ഗൗരവം എത്രത്തോളമാണ്, അതിൻ്റെ വിശാലത എത്രയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ കൊടുക്കൽ വാങ്ങൽ ഇടപാടുകൾ നടത്തുന്നവരാണ്. കടം കൊടുക്കുകയും കടം വാങ്ങിക്കുകയും ചെയ്യുന്നവരാണ്. അതില്ലാത്തവരാരുമില്ല. കൊടുക്കൽ വാങ്ങൽ ഇടപാടുകൾ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ കൊടുക്കൽ വാങ്ങൽ ഇടപാടുകൾ സുതാര്യമായി നിലനിർത്തുന്നതിനും അത് കൃത്യമായി പാലിക്കപ്പെടുന്നതിനും ചില നിയമങ്ങൾ നമ്മൾ പാലിക്കപ്പെടേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്നാമത്തത് എന്ന് പറയുന്നത് എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാൾക്ക് ധനം നമ്മൾ നൽകി അല്ലെങ്കിൽ സമ്പത്ത് നൽകി കടം കൊടുത്തു, അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം എന്നുള്ളതാണ്. രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ വാക്കുകളും വചനങ്ങളും പോലും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. രണ്ടാമതായി പറയുന്നു, അതിനെ 2 സാക്ഷികളെ സാക്ഷ്യപ്പെടുത്തണം എന്ന് പറയുന്നു. ഇത് എങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളാണ്? അപ്പോൾ 2 കടക്കാർ അപ്പുറത്തും ഇപ്പുറത്തും വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്യുന്നവരാണ്.
എല്ലാ ദിവസവും കാണുകയും എല്ലാ ദിവസവും സംസാരിക്കുകയും പരസ്പരം അറിയുന്നവരാണ്. കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്തു, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു കൊടുത്തു, അങ്ങനെയുള്ള ഇടപാടുകളല്ല. ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കുന്ന കൊടുക്കൽ വാങ്ങൽ ഇടപാടുകൾ. ഇപ്പോൾ ഡെയിലി നമ്മൾ കാണുന്ന നമ്മുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ നമ്മൾ ഇന്ന് കാണുന്നു, 1-2 ദിവസം കഴിയുമ്പോൾ നമ്മൾ കടം കൊടുക്കുന്നു, 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു മടക്കി തരുന്നു. അങ്ങനെയുള്ള ഇടപാടുകളില്ല. അത്രയുള്ള ഏറ്റവും അറിയപ്പെട്ടവരുമായി നിസ്സാരമായി നടത്തപ്പെടുന്ന ഇടപാടുകളല്ല, മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന സാമ്പത്തിക ഇടപാടുകൾ, അത് കുറവാകട്ടെ കൂടുതലാകട്ടെ, അത്തരമുള്ള ഇടപാടുകളിൽ വളരെ കൃത്യമായി പാലിക്കേണ്ട 2 കാര്യങ്ങളാണ് അല്ലാഹു പറയുന്നത്. ഒന്ന്, അതിനെ എഴുതി വെക്കണം, കരാറാക്കണം എന്നാണ് പറയുന്നത്. അത് സ്വന്തം സഹോദരങ്ങളാണെങ്കിലും ശരി, സ്വന്തം ബന്ധുമിത്രാദികളാണെങ്കിലും ശരി, തൻ്റെ കൂട്ടുകുടുംബാദികളാണെങ്കിലും ശരി, സ്വന്തം അയൽക്കാരാണെങ്കിലും ശരി, സ്വന്തം സുഹൃത്താണെങ്കിലും ശരി, ഇടപാടുകൾ എഴുതി രേഖയാക്കണം എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. 2, ആ ഇടപാടുകൾക്ക് സാക്ഷിയെ നിർത്തണം എന്നും പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. നോക്കൂ മുഅ്മിനീങ്ങളെ, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ, അഥവാ ആയത്തുദ്ദൈൻ, ഈ ആയത്തിന്റെ പേര് തന്നെ ആയത്തുദ്ദൈൻ, കടത്തിന്റെ ആയത്ത് എന്നാണ് പറയുന്നത്. കടത്തിന്റെ ആയത്ത് എന്നാണ് പറയുന്നത്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ സഹാബ, നിങ്ങൾ കേൾക്കണം ഒരു വിഷയം. ഇന്ന അവ്വല മൻ ജഹദ ആദം അലൈഹിസ്സലാം, ആദ്യമായി നിഷേധം നടത്തിയത്, നിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തെ നിഷേധിച്ചത് ആദ്യമായി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആരുടെ മുന്നിലാണ്? അള്ളാഹുവിന്റെ മുന്നിലാണ്. ആ സംഭവം കേട്ടോളി. ഏതാണ് ആ സംഭവം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, മഹാനവറുകളെ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിനെ തടകി ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും റൂഹുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറപ്പെടുവിക്കുകയുണ്ടായി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിലൂടെ. അങ്ങനെ ആ റൂഹുകൾ മുഴുവനും, അഥവാ ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന, വളരാനിരിക്കുന്ന, വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെയും റൂഹുകളെ പുറപ്പെടുവിക്കുകയുണ്ടായി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുര്യത്തുകളാണല്ലോ, മക്കളാണല്ലോ. ഉടനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് ഈ ആത്മാക്കളെ മുഴുവനും, അഥവാ ഈ ദുര്യത്തുകളെ മുഴുവനും അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. നോക്കിക്കോ, ഇവരാണ് നിന്റെ സന്താനങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോൾ, മുഴുവൻ ആടുകളിലേക്ക് നോക്കുമ്പോൾ, അതിന്റെ ഇടയിൽ തിക്കി തിരക്കി ഒരു ചെറിയ രൂപത്തിൽ ഒരാളെ കാണുകയാണ്. ഒരു കുഞ്ഞു മനുഷ്യൻ കണ്ണിലുടക്കുകയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ എത്ര ജനനിബിഡമാണെങ്കിലും ഒരു അസാധാരണമായ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് ഉടക്കും, നമ്മുടെ കണ്ണിൽ ഉടക്കും, നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. ഇതേപോലെ തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണിൽ ഒരു ചെറിയ ഒരു മനുഷ്യനെ കണ്ണിലുടക്കിയിട്ടുണ്ടായി. അയാളാകട്ടെ, ആ റൂഹാകട്ടെ തിക്കിത്തിരക്കി, മറ്റു റൂഹുകളുടെ ഇടയിൽ തിക്കിത്തിരക്കി അമൈനി യസുഹു എന്നാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. തിക്കിത്തിരക്കി ഇങ്ങനെ ഞെരിഞ്ഞു നിൽക്കുകയാണ്. ഉടനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, റബ്ബി മൻ ഹാദ, ഏ അല്ലാഹ്, അതാരാണ്? ആ കുഞ്ഞു മനുഷ്യനാരാണ്? ഉടനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, ഹുവ ഇബ്നുക്, അത് നിന്റെ മകനാണ്. ഏത് മകനാണ്? ഹുവ ഇബ്നുക് ദാവൂദ്, അത് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ദാവൂദാണ്, നിന്റെ മകനായ ദാവൂദാണ് എന്നുള്ളത്. ഉടനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, റബ്ബി കം ഉംറുഹു, മൂപ്പരുടെ ആയുസ് എത്രയാണ് എന്റെ മോന്റെ ആ ദാവൂദ് എന്ന മകന്റെ ആയുസ് എത്രയാണ്? അള്ളാഹു കൃത്യമായിട്ട് അറിയിച്ചു, 60 വർഷമാണ്. ഉടനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബി സിദ്
അത് കുറഞ്ഞുപോയി. അതുകൊണ്ടാണ് വളരെ ചുരുങ്ങി നിസ്സാരനായി ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഞെരിഞ്ഞി അമർന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു പൊട്ടുപോലെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ ഉംറിൽ, ആ ആയുസ്സിൽ അല്ലാഹുവേ നീ വർധനവ് കൊടുക്കണം എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഉടനെ അല്ലാഹു പറഞ്ഞു, ലാ ഇല്ലാ അൻ അസീദഹു മിൻ ഉംദിക്. അങ്ങനെ ഞാൻ ആയുസ്സിൽ വർധനവ് കൊടുക്കണമെങ്കിൽ നിന്റെ ആയുസ്സിൽ നിന്ന് എടുത്തു മാത്രമേ വർധനവ് കൊടുക്കാൻ കഴിയുള്ളൂ. സമ്മതമാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ ആയുസ് എത്രയാണ്? അള്ളാഹു പറഞ്ഞു 1000 വർഷമാണ്. അങ്ങനെ അതിൽ നിന്ന് 40 വെട്ടിച്ചുരുക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല 60 വർഷത്തെ ആയുസ്സുള്ള ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 40 കൂടി ചേർത്ത് കൊടുത്ത് അള്ളാഹു എന്താക്കി? 1000 ആക്കി, 100 1000 വയസ്സ് ആയുസ്സുള്ള ആദം നബിയിൽ നിന്ന് 40 വെട്ടിച്ചുരുക്കി 60 വർഷമുള്ള ദാവൂദ് നബിക്ക് 40 കൂടി ചേർത്ത് 100 ആക്കി പൂർത്തിയാക്കി. എന്നിട്ട് അള്ളാഹ് എന്താ ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ എഴുതി ഫകതബ അലൈഹി ബിദാലിക കിതാബൻ. അതിനുവേണ്ടിയാണ് ഈ സംഭവം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖയാക്കി. വഅശ്ഹദ അലൈഹിൽ മലായിക, മലക്കുകളെ അല്ലാഹു തആല സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അല്ലാഹു രേഖയാക്കി, മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഫലമ്മാ യഖ്തദറ ആദമ വഅതതുൽ മലായിക. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുകൾ ഹാജരായപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല, എന്റെ ആയുസ്സിൽ 40 കൂടി ബാക്കിയുണ്ട്. എനിക്ക് 1000 ആണ് നിശ്ചയിച്ചു തന്നിരിക്കുന്നത്, 40 കൂടി ഇനി ബാക്കി കിടക്കാൻ, 40 വർഷം കൂടി ബാക്കി കിടക്കാൻ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് എന്റെ റൂഹ് പിടിക്കാൻ വരിക? എന്റെ റൂഹ് നിങ്ങൾ എങ്ങനെയാണ് പിടിക്കുക? എനിക്ക് 40 ബാക്കിയുണ്ട്. പറയപ്പെട്ടു, ഓ ആദമേ, നിങ്ങൾ നിങ്ങളുടെ 40 വയസ്സ്, 40 വർഷം ആയുസ് നിങ്ങളുടെ മകനായി ദാവൂദിന് കൊടുത്തിട്ടുണ്ട്. ഉടനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അതെങ്ങനെ? അതാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ മറവിയുള്ളവനാണ്. അതിൽ ആദ്യം മറന്നത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മനുഷ്യൻ മറവിയുള്ളവനാണ്. അതിലാദ്യം മറവി ഉണ്ടായത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമേനാണ്. അപ്പൊ മനുഷ്യന് മറവി ഉണ്ടാവും. മറവി സ്വാഭാവികമാണ്, സഹജമാണ്. അതെങ്ങനെ ഉണ്ടായി? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോഴാണ് അല്ലാഹു തആല എഴുതി വെച്ച രേഖയെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തു. സാക്ഷിയായിട്ട് നിന്ന മലക്കുകളെയും സാക്ഷിയാക്കി ഹാജരാക്കി. ആ മലക്കൾ ഞങ്ങൾ സാക്ഷിയാണ്, എഴുതി രേഖപ്പെടുത്തി വെച്ചു. ഇതാണ് ചരിത്രത്തിൽ ആദ്യമായി നടന്ന നിഷേധം, മറവിയിലൂടെ സംഭവിച്ച നിഷേധം. അത് മനുഷ്യരിൽ ഉണ്ടാകാം, അത് പാരമ്പര്യമാണ്. ആദം നബിയിലൂടെ ഇങ്ങനെ പകർന്നു കിട്ടിയ പാരമ്പര്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അവന്റെ ഇടപാടുകൾ നടത്തപ്പെടുമ്പോൾ, സാമ്പത്തിക ഇടപാടുകൾ നടത്തപ്പെടുമ്പോൾ അത് രേഖയാക്കണം എന്ന് പറയുന്നത് കൊണ്ടിട്ടാണ്. ഇപ്പൊ ഈ കല്യാണം എന്തിനാ രേഖയാക്കുന്നത്? പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേ? ഇല്ലേ കല്യാണം ആവൂലേ? ബാപ്പ 2 സാക്ഷികളെ വെച്ചിട്ട് എന്റെ മകളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. മരുമകൻ വരം പറയുകയാണ്, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു, ഞാനിതാ ഇന്ന മാറ് കൊടുക്കുകയാണ്, 2 സാക്ഷികളുണ്ട്, മതി, തീർന്നു, നിക്കാഹായി, ഉടമ്പടിയായി, കരാറായി. അത് പിന്നെ എന്തിനാണ് പള്ളിയുടെ രജിസ്റ്ററിൽ? അത് ആണിന്റെ പള്ളിയുടെ ജമാഅത്തിന്റെ രജിസ്റ്ററിൽ, പെണ്ണിന്റെ ജമാഅത്തിന്റെ രജിസ്റ്ററിൽ, പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് കൊണ്ടുപോയി മാര്യയുടെ രജിസ്റ്ററിൽ അവിടെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം. എന്തിനാണ്? ഇത് രേഖയാണ്, ഇത് രേഖപ്പെടുത്താനാണ്, ഇടപാടാണ്. ആ ഇടപാട് രേഖപ്പെടുത്തി വെക്കണം. നിഷേധിക്കാൻ സാധ്യതയുണ്ട്, കൈമലർത്താൻ സാധ്യതയുണ്ട്. കടം വാങ്ങിച്ചിട്ട് ഞാൻ തന്നിട്ടില്ല, വാങ്ങിച്ചവൻ മയ്യിത്തായി പോയി എന്നിരിക്കട്ടെ, ആരോട് പോയി ചോദിക്കും? ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, വാങ്ങിച്ചയാൾ മയ്യിത്തായി പോയി, ആരോട് പോയി ചോദിക്കും? മക്കളോട് പോയി ചോദിക്കും. എങ്ങനെ ചോദിക്കും? മക്കൾ ചോദിക്കും, രേഖ ഉണ്ടോ? സാക്ഷിയുണ്ടോ? രേഖ ഉണ്ടോ? കേസിൽ പോയാലോ? കോടതിയിൽ കേസിൽ പോയാലോ അവിടെ എന്താണ്? സാക്ഷി.
രേഖ, തെളിവ്. ഇത് രണ്ടുമാണല്ലോ കോടതി പരിഗണിക്കുന്നത്. ഒന്ന് തെളിവ്, രണ്ട് സാക്ഷി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പരിഗണിക്കും, ഇല്ലെങ്കിൽ ഔട്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും പടച്ചറബ്, അവരെ സൃഷ്ടിച്ച പടച്ചറബ് വളരെ കൃത്യമായി കൃത്യമായി എങ്ങനെ ആയിരിക്കണം എന്ന് രേഖപ്പെടുത്തി വെച്ചതിന്റെ നേർരേഖയാണ് മുഅ്മിനീങ്ങളെ. ഇടപാടുകൾ നടത്തുമ്പോൾ നിങ്ങൾ അതിനെ എഴുതി സൂക്ഷിക്കണം എന്ന് കൃത്യമായി. അമ്രാണിത് കേട്ടോ, കൽപ്പനയാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എഴുതാവുന്നതാണ് എന്നല്ല പറഞ്ഞത്, എഴുതണം എന്ന് കൽപ്പനയാണ്. അമ്ര ആണ്, കൽപ്പനയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കും, അയ്യോ അത്തായാണല്ലോ വാങ്ങിച്ചത്, അല്ലെങ്കിൽ അമ്മ ആണല്ലോ വാങ്ങിച്ചത്, സഹോദരനാണല്ലോ, കുടപ്പുറപ്പാണല്ലോ കൊടുത്തത്, ഞാൻ കൊടുത്തത്, ചേട്ടനാണല്ലോ, അനുജനാണല്ലോ, പെങ്ങളാണല്ലോ, അളിയനാണല്ലോ, പുളിയനാണല്ലോ, അതുകൊണ്ട് വേണ്ട. ചിലപ്പോൾ എന്റെ വിശ്വാസം, ചിലപ്പോൾ ഒരു ചോദിക്കും നിനക്കെന്നുള്ള വിശ്വാസം ഇല്ലയോ, എന്നൊരു വിശ്വാസം ഇല്ലയോ, നീ എന്തിനാ എഴുതി വെക്കുന്നത്, നീ എന്തിനാ സാക്ഷ്യപ്പെടുത്തുന്നത്? ചിലർ അങ്ങനെ ചോദിക്കും, നിനക്ക് എന്റെ വിശ്വാസം ഇല്ലയോ, എന്തിനാ എഴുതി വെക്കുന്നത്? വിശ്വാസം കൊണ്ട് എന്നാലും എഴുതണം. ഖുർആൻ പറഞ്ഞാൽ അവരോട് മറുപടി കൊടുക്കേണ്ടതാണ്, ഇങ്ങനെ കൊടുക്കണം. ഖുർആൻ പറഞ്ഞ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എഴുതി വെക്കണോ, അതുകൊണ്ട് ഞാൻ എഴുതി വെക്കാം. നിങ്ങളെ വിശ്വാസം ഇല്ലായ്മ കൊണ്ടിട്ടൊന്നുമല്ല, നിങ്ങളെ വിശ്വാസം ഇല്ലാത്ത കൊണ്ടിട്ടൊന്നുമല്ല അണ്ണേ ഞാൻ എഴുതുന്നത്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എഴുതി വെക്കാൻ. അപ്പൊ എന്തായി? നമുക്ക് കുഴപ്പമൊന്നുമില്ല. അടേ അവർക്ക് എന്നെ വിശ്വാസക്കുറവൊന്നുമില്ല, അള്ളാഹ് ചൊന്നത് കൊണ്ടിട്ടാണ് അവൻ എഴുതി വെക്കുന്ന എന്നൊരു തോന്നല് അൽഹംദുലില്ലാഹ് വന്നുകൊള്ളു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ. ആയത്ത് കേൾക്കുന്നതിന് മുമ്പ് ഗൗരവത്തോടുള്ള ഒരു ഹദീസ് കൂടി കേട്ടോളെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ 3 തരത്തിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ മുന്നിൽ സങ്കടവും പരാതിയും ബോധിപ്പിക്കും. എങ്ങനെ? 3 തരത്തിലുള്ള ആളുകൾ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വന്നിട്ട് സങ്കടവും ബോധിപ്പിക്കും, പരാതിയും ബോധിപ്പിക്കും. എന്നാൽ അവരുടെ സങ്കടമോ അവരുടെ പരാതിയോ അല്ലാഹു തആല ചെവിക്കൊള്ളുകയില്ല, കേട്ട പാടെ നടിക്കത്തില്ല. അല്ലാഹ് അവഗണിച്ചു കളയും. ആരാണ് ആ 3 വിഭാഗം? ആരാണ് ആ 3 വിഭാഗം? ഒന്നാമത്തെ വിഭാഗം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭാര്യ ദുശ്ശീലമുള്ള സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഒരു ഭാര്യ, അവള് ദുശ്ശീലമുള്ള പെണ്ണാണ്, തന്നെ അനുസരിക്കാത്ത മോശ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പെണ്ണാണ് എന്നറിഞ്ഞിട്ടും അവളുടെ വിവാഹം ബന്ധം വേർപെടുത്താതെ ഇരിക്കുന്ന പുരുഷൻ, വിവാഹ ബന്ധത്തെ വേർപെടുത്തി കൊടുക്കാതെ ആ ബന്ധത്തെ തന്നിൽ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് പോകുന്ന ഭർത്താവ്, അവന്റെ സങ്കടമോ അവന്റെ പരാതിയോ നാളെ അള്ളാഹു ചെവിക്കൊള്ളുകയില്ല. മനസ്സിലായോ? രണ്ടാമത്തെ ആരാണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനാഥയുടെ സ്വത്ത് കയ്യിലുണ്ട്. അനാഥയുടെ സ്വത്ത്, അനാഥ മക്കളുടെ, യതീം മക്കളുടെ സ്വത്ത് കയ്യിലുണ്ട്. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ അവരിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കാത്തവൻ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് അതിനെ ഏൽപ്പിച്ചു കൊടുക്കാത്തവൻ, പ്രായപൂർത്തിയായിട്ടും അവരുടെ വിഹിതം അവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാത്തവൻ, അവന്റെ സങ്കടമോ അവന്റെ പരാതിയോ നാളെ അള്ളാഹ് സ്വീകരിക്കുകയില്ല. 3, അതാണ് വിഷയം, നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തത്, ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, കടം കൊടുക്കലുകൾ നടത്തി ആ കടം കൊടുക്കൽ അതിനെ എഴുതി രേഖയാക്കി വെക്കാത്ത, സാക്ഷി നിർത്താത്ത ആളുകൾ, എഴുതി സാക്ഷി നിർത്താത്ത ആളുകൾ, സാക്ഷി വെക്കാത്ത ആളുകൾ, അവരുടെ സങ്കടമോ അവരുടെ പരാതിയോ നാളെ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചവരെ, വിശ്വാസികളെ, ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മാ, നിശ്ചിത അവധി നിർണയിച്ച് നിങ്ങൾ വല്ല കടമിടപാടുകളും നടത്തുകയാണെങ്കിൽ നിങ്ങളത് രേഖപ്പെടുത്തി വെക്കണം. കണ്ട, അമ്ര കൽപ്പനക്രിയയാണ്, അമ്രാണ്. നിങ്ങളത് രേഖപ്പെടുത്തി വെക്കണം. വൽയക്തുബ് ബൈനകും കാതിബുൻ ബിൽ അദ്ൽ, എഴുതുന്നയാൾ നിങ്ങളുടെ ഇടയിൽ
നീതിയോടുകൂടി അത് കുറിച്ചു വെക്കട്ടെ, അത് എഴുതി വെക്കട്ടെ. അപ്പൊ റൈറ്ററും വേണം. എഴുത്തു വശമില്ലാത്ത ആളുണ്ടെങ്കിൽ അതിന് റൈറ്റർ വേണം. എഴുത്തിന്റെ ഈ വാക്കുകളുടെ എഴുത്തിന്റെ ഘടനയൊക്കെ അറിയാവുന്ന ഒരു റൈറ്റർ. അങ്ങനെ റൈറ്റർ ആരായിരിക്കണം? നീതിമാനായിരിക്കണം. അത് നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള നീതിമാനായ ഒരു എഴുത്തുകാരൻ അത് എഴുതി അത് രേഖയാക്കട്ടെ. ഒരു എഴുത്തുകാരൻ എഴുതാൻ വിസമ്മതിച്ചു പോകരുത്. എനിക്കൊരു ഇടപാടുണ്ട്, നീ ഒന്ന് എഴുതരേ, നീ ഒന്ന് രേഖപ്പെടുത്തു. എനിക്കിപ്പോ പറ്റത്തില്ല, അങ്ങനെ ചെയ്യരുതെന്നാണ്. എഴുത്തറിയാവുന്നവൻ, അതിന്റെ വാചകങ്ങൾ അറിയാവുന്നവൻ തന്നെ സമീപിക്കുമ്പോ അള്ളാഹു പറയുകയാണ്, വിസമ്മതം പ്രകടിപ്പിക്കരുത്. ഒരു എഴുത്തുകാരന് വിസമ്മതം പ്രകടിപ്പിക്കരുത്. അള്ളാഹു അവനെ എഴുതാൻ പഠിപ്പിച്ചതുപോലെ, അള്ളാഹു അവനെ പഠിപ്പിച്ചതുപോലെ അവൻ എഴുതാൻ വിസമ്മതം കാണിക്കുകയും അരുത്. فَلْيَكْتُبْ وَلْيُمْلِلِ الَّذِي عَلَيْهِ الْحَقُّ. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫൽയക്തുബ്, അവനത് രേഖപ്പെടുത്തുകയും ചെയ്യട്ടെ. കടബാധ്യതയുള്ളവൻ അവന്റെ ആ ബാധ്യതകളെ സംബന്ധിച്ച് എഴുത്തുകാരനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഞാൻ ഇത്ര കൊടുത്തു, ഇന്നതാണ് കൊടുത്തത്, ഇന്ന സമയത്താണ് കൊടുത്തത്, ഇന്ന ഡേറ്റിലാണ് കൊടുത്തത് എന്ന് കടം കൊടുത്തയാൾ വാചകങ്ങൾ എഴുത്തുകാരനോട് പറഞ്ഞു കൊടുക്കണം. കൊടുത്തയാൾ അർഹതപ്പെട്ടയാളാണ്, അയാൾ അത് പറഞ്ഞു കൊടുക്കണം. റബ്ബിനെ സൂക്ഷിക്കണം, റബ്ബിനെ സൂക്ഷിക്കണം. ولا يبخس منه شيئا, തന്റെ ബാധ്യതയിൽ നിന്നും ഒന്നും കുറവ് വരുത്താതിരിക്കട്ടെ. ഒന്നും കുറവ് വരുത്താൻ പാടില്ല. മുഴുവനും അത് രേഖപ്പെടുത്തണം, മുഴുവനും എഴുതി വെക്കണം. അതിന്റെ വാചകങ്ങൾ കൊടുത്തയാള് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഇനി ഫഇൻ കാന അല്ലദീ അലൈഹിൽ ഹഖ്ഖു സഫീഹൻ ഔ ദഈഫാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഥവാ കടക്കാരൻ അവനൊരു മൂഢനോ അതല്ലെങ്കിൽ കാര്യശേഷി കുറഞ്ഞവനോ ആണെങ്കിൽ, എന്ന് പറഞ്ഞാൽ എന്താണ്? വാചകങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മൂഢനാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ജ്ഞാനം അറിവ് ഇല്ലാത്തയാളാണ്. എങ്ങനെ പറഞ്ഞു കൊടുക്കണം, എന്ത് എഴുതണം, എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തവനാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൽയുംലിൽ വലിയുഹു ബിൽ അദ്ൽ, അയാളുടെ രക്ഷിതാവ് നീതിനിഷ്ഠമായ വാചകങ്ങൾ അയാൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കട്ടെ. ഇപ്പൊ മോനാണ് ഇടപാട് നടത്തിയത്, പക്ഷെ മോന് അത്ര വലിയ കാര്യശേഷി ഒന്നുമില്ല. ആള് സംഭവം കൊടുത്തിട്ടുണ്ട്, പക്ഷെ കാര്യശേഷി ഒന്നും ഉള്ള ആളല്ല. അയാൾക്ക് വലിയ ജ്ഞാനമോ പരിജ്ഞാനമോ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അയാളുടെ പിതാവ് ആരാണോ അല്ലെങ്കിൽ അയാളുടെ രക്ഷകർത്താവ് ആരാണോ അയാൾ കൃത്യമായി അത്തരം വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഇടപാടിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു കൊള്ളട്ടെ. കണ്ടോ, വാചകങ്ങൾ അയാൾ പറഞ്ഞു കൊടുക്കണം എന്ന് രക്ഷകർത്താവ്. എന്നിട്ടോ നിങ്ങളുടെ ഇടയിലുള്ള പുരുഷന്മാരിൽ നിന്ന് 2 സാക്ഷികളെ നിങ്ങൾ സാക്ഷിയാക്കുകയും ചെയ്യണം. 2 സാക്ഷികളും വെക്കണം. അബ്ദുൽ ഖാദർ, അബ്ദുൽ നാഫി, 2 സാക്ഷികളെ വെക്കണം. മുസ്ലിം അല്ലാത്തവരോടെ പറ്റൂല. മുസ്ലിമിനോട് ഇടപാടുകൾ നടത്തപ്പെടുമ്പോ അവിടെ മുസ്ലിമിനെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? സാക്ഷികളായി വെക്കേണ്ടത്. മുസ്ലിം അല്ലാത്തവരെ അവിടെ സാക്ഷികളാക്കാൻ പാടില്ല, അവിടെ സാക്ഷികളാകാൻ പാടില്ല. فَإِنْ لَمْ يَكُونَا رَجُلَيْنِ فَرَجُلٌ وَامْرَأَتَانِ مِمَّنْ تَرْضَوْنَ مِنَ الشُّهَدَاءِ. ഇനി 2 പുരുഷന്മാരെ കിട്ടുന്നില്ല, ഒരാളെ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളത് സ്ത്രീകളാണ്. ഒരു പുരുഷനെ തയ്യാറായി വരുന്നുള്ളൂ സാക്ഷിയാകാൻ, ബാക്കിയുള്ളത് സ്ത്രീകളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു പുരുഷനെ സാക്ഷിയാക്കുകയും സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ തൃപ്തിപ്പെടുന്ന 2 സ്ത്രീകളെ, ഒരു പുരുഷന്റെ സ്ഥാനത്ത് 2 സ്ത്രീകളെ നിങ്ങൾ സാക്ഷിയാക്കുകയും ചെയ്യണം.
അപ്പൊ ഒരു പുരുഷന് ഒരു പെണ്ണും പറ്റൂല. പിന്നെന്താണ്? 2 പെണ്ണ്. ഒരു പുരുഷന്റെ സ്ഥാനത്ത് 2 പെണ്ണ്. എന്തിനാ 2 പെണ്ണ്? അള്ളാഹ് പറയാണ്, അൻതദില്ല യദാഹുമാ ഫതുദക്കിറ യദാഹുമൽ ഉഖ്റാ. ആ 2 സ്ത്രീകളിൽ ഒരാൾക്ക് എന്തെങ്കിലും തെറ്റോ കുറ്റമോ പിഴവോ സംഭവിച്ചു പോയാൽ മറ്റേ പെണ്ണ് അത് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ്. കണ്ട, എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. അപ്പോ 2 പുരുഷന്മാരെ സാക്ഷിയാക്കണം. ഇനി 2 പുരുഷന്മാരില്ല എങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീകളെയും സാക്ഷിയാക്കണം. ഒരു പുരുഷന്റെ കൂടെ 2 സ്ത്രീകളെ സാക്ഷി വെക്കണം. എന്തിനാ 2 പെണ്ണുങ്ങളെ വെക്കുന്നത്? ഒരു പെണ്ണിന് എന്തെങ്കിലും പിഴവ് പറ്റിപ്പോയാൽ ഈ വാചകം പിന്നീട് കേസോ വഴക്കോ വക്കാണമോ ഒക്കെ ആയി വരുമ്പോ ഈ സാക്ഷികളെ ഹാജരാക്കുമ്പോ ആദ്യത്തെ പെണ്ണ് സാക്ഷിത്വം പറഞ്ഞതിൽ എന്തെങ്കിലും പിഴവുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അടുത്തവൾ എന്ത് ചെയ്യണം? അതിനെ ശരിയാക്കി കൊടുക്കണം. നീ ചൊന്നത് അപ്പടിയല്ല, ശരിയല്ല, വേണ്ടിയാണ് അപ്പടിയാക്കും, ശരി അപ്പടിയാക്കും. പെണ്ണുങ്ങളെങ്ങനെ പെട്ടെന്ന് മറന്നു. അതിനുവേണ്ടിയാണ് ഒരു പുരുഷന്റെ സ്ഥാനത്ത് 2 സ്ത്രീകളെ നിങ്ങൾ സാക്ഷിയാക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ആയത്തിന്റെ പകുതി എത്തുള്ളൂ. ഇപ്പൊ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കിയത്. ഒന്ന്, ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ നിലയിൽ നടത്തപ്പെടുന്ന സാമ്പത്തിക ഇടപാടുകൾ അഥവാ കടം കൊടുക്കലും വാങ്ങലും, ഇത്തരം ഇടപാടുകൾ അതാരായിരുന്നാലും അതിന്റെ ഡേറ്റും കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ എഴുതി വെക്കണം. ഒന്ന്, അത് എഴുതാൻ വേണ്ടി നീതിമാനായ ഒരാളെ, റൈറ്ററിനെ നിങ്ങൾക്ക് സമീപിക്കാം. ആ റൈറ്റർ എഴുതണം. 2, മൂന്നാമത്തത്, എഴുത്തുകാരൻ എഴുതാൻ അറിയാവുന്നയാളാണ്. ആ എഴുത്തുകാരൻ ആരെങ്കിലും ഒന്ന് എഴുതി തരണം എന്ന് സമീപിച്ചാൽ മടി കാണിക്കാൻ പാടില്ല. എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകരുത്. കാരണം ഇത് അള്ളാഹ് നിന്നെ പഠിപ്പിച്ച അമാനത്താണ്. അല്ലാഹു തആല പഠിപ്പിച്ച അമാനത്താണ്. പെട്ടെന്ന് പറഞ്ഞാൽ ഈ ആധാരം എഴുത്തുകാരൻ, നമുക്കറിയത്തില്ല അവരുടെ വാക്കുകൾ, അറിയോ? അത് വേറെ ഭാഷയാണ്. ആധാരം എഴുതുന്നവര് മനസ്സിലായല്ലോ? ചൊന്നത് മനസ്സിലാച്ചോ? ആധാരം എഴുതുന്നവർക്ക് അവർക്ക് അവരുടെ ഒരു ഭാഷയുണ്ട്. നമ്മുടെ എഴുത്തുമാതിരിയല്ല അവരുടെ എഴുത്ത്. എല്ലാ പോയിന്റുകളും അതിനകത്തുണ്ട് കൃത്യമായിട്ട്. അതാണ് അവർക്ക് അത് പഠിക്കണം. അത് പഠിച്ച ആളുകൾക്ക് അത് അറിയത്തുള്ളൂ. നമ്മളൊക്കെ പിന്നെ നമ്മുടെ സ്വന്തമായിട്ട് എഴുതിയാൽ പോലെ. ഇപ്പൊ പിന്നെ പലരും സ്വന്തമായിട്ടൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു നിയമപ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ കോടതിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലൊക്കെ വരുമ്പോഴത്തേക്ക് ചില വാചകങ്ങൾ പിടിച്ചിട്ടാണ് എന്തായി പോകുന്നത്. ചിലപ്പോൾ 50 ഏക്കറായിരിക്കും ഒരു വാചകത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും എനിക്ക് തെരിയുമെന്ന് പറഞ്ഞു പോകാതെ തെരിഞ്ഞ ആളുകളിലേക്ക് കൊണ്ടുപോയി എഴുതിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഉള്ളതും പോയാൽ ഉള്ള കണ്ണെന്നായി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ ആ എഴുത്തുകാർ അത് വിസമ്മതം പ്രകടിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഇടപാടുകളും എഴുത്തുകളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോഴും പടച്ചവരെ സൂക്ഷിച്ചോണം. ഒരു കുറവും ഒരു വഞ്ചനയും അതിനകത്ത് കൈകടത്താൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. 2 സാക്ഷികളെ വെച്ചുകൊള്ളണം പുരുഷന്മാര്. ഇനി 2 സാക്ഷികൾ പുരുഷന്മാരില്ലെങ്കിൽ ഒരു പുരുഷനെയും 2 സ്ത്രീകളെയും വെച്ചുകൊള്ളണം സാക്ഷിയായിട്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹു വൽയക്തുബ് ബൈനകും കാതിബുൻ ബിൽഅദിൽ വലാ യഅബ കാതിബുൻ അൻ യക്തുബ കമാ അല്ലമഹുല്ലാഹു ഫൽയക്തുബ് വൽയുംലിൽ അല്ലദീ عليه الحق
وليتق الله ربه ولا يبخس منه شيئا فإن كان الذي عليه الحق سفيها أو ضعيفا أو لا يستطيع أن يمل هو فليملل وليه بالعدل واستشهدوا شهيدين من رجالكم فإن لم يكونا رجلين فرجل وامرأتان ممن ترضون من الشهداء أن تضل إحداهما فتذكر إحداهما الأخرى. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.